ജൂബിലി വർഷത്തിലെ നോൻപ് കാലത്തിലാണ് നമ്മൾ. യോബേൽ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് ജൂബിലി എന്ന പദം വന്നത് കേട്ടോ. യോബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കാഹളം എന്നാണ്. കാഹളവർഷമാണ് ജൂബിലി വർഷം. കാഹളവർഷമാണ്. ഈ കാഹളവർഷത്തെ, ഈ ജൂബിലി വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യാശയുടെ തീർത്ഥാടനം എന്ന രീതിയിലാണ് നിർവചിച്ചിരിക്കുന്നത്. ജൂബിലിയുടെ ഒരു പ്രത്യേകത, അതൊരു തിരിച്ചു വരവുണ്ട്. ചില തിന്മകളെയും ചില തെറ്റുകളെയും എല്ലാം ക്ഷമിക്കുന്ന ഘടകമുണ്ട്. ഒരു ചേർത്ത് നിർത്തലുണ്ട്. അതാണ് ഈ ജൂബിലിയുടെ പ്രത്യേകതയായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ നോൻപ് കാലത്ത്. കാരണം നോൻപ് കാലത്തിൻ്റെ തനിമയായും തപസ് കാലത്തിൻ്റെ പ്രത്യേകതയുമായിട്ടും ക്രൈസ്തവ സഭ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളെന്നാണ് വിശുദ്ധ ഗ്രന്ഥം അവയെക്കുറിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് ആ ഒരു ചിന്ത കാണാൻ സാധിക്കും. ഒരു രഹസ്യാത്മകത വേണം എന്നതാണ്. പ്രാർത്ഥനയെ ഒരു തപസ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധ്യാനമാണ്. ഈ ഒരു പ്രത്യാശയുടെ വർഷത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കൊരു സൗഖ്യമായി മാറണം എന്ന് തന്നെയാണ്. ധ്യാനം എന്ന പദത്തിന് സുഖം നൽകുക, ശുശ്രൂഷിക്കുക, സുഖപ്പെടുത്തുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. കാരണം മെഡിറ്റേഷൻ എന്ന പദം വന്നിട്ടുള്ളത് മേദയോർ എന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്. മേദയോർ എന്ന വാക്കിന് സുഖിപ്പിക്കുക അല്ലെങ്കിൽ സുഖപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. മേദയോർ എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ മെഡിറ്റേഷനും മെഡിക്കേഷനും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാർത്ഥനകൾ നമുക്കൊരു സൗഖ്യമായി മാറണം. യഥാർത്ഥമായ പ്രാർത്ഥനയുടെ സുഖമെന്ന് പറയുന്നത് പ്രാർത്ഥന പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ടാണ് പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥനകൾ ഈ പ്രവൃത്തിയില്ലാത്ത സ്നേഹം പോലെ തന്നെയും ആണെന്ന് പറയുന്നത്. വിശുദ്ധിക്ക് 2 തലമുണ്ട്. വിശുദ്ധിയുടെ ആദ്യ തലമാണ് ആചാരപരത എന്ന് പറയുന്നത്. റിച്വൽ എലമെൻ്റ് ആണത്. അവിടെ നമ്മൾ റിച്വലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ വിശുദ്ധിയുടെ 2ാമത്തെ തലമെന്ന് പറയുന്നത് ധാർമ്മിക വശമാണ്. അത് മൊറാലിറ്റിയാണ്, എത്തിക്സാണ്. എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ പ്രവൃത്തിയായി മാറണം എന്നതാണ്. എൻ്റെ ദൈവവുമായിട്ടുള്ള ഈ ഉപവസം, അവനുമൊപ്പമുള്ള വാസം എൻ്റെ പ്രവൃത്തികളിലേക്ക് പടരണമെന്നാണ്. ആ പ്രവൃത്തികളിലെ ആദ്യ സ്ഥാനം എപ്പോഴും പാവപ്പെട്ടവർക്കായിരിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ നോൻപ് കാലങ്ങളിൽ പ്രാർത്ഥനയ്ക്കും വാസത്തിനും ഉപവാസത്തിനും പിന്നെ ദാനധർമ്മത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് എന്നതാണ്. അതൊരു ശുശ്രൂഷയായി മാറണം, അതൊരു സൗഖ്യമായി മാറണം, അതൊരു ഇറങ്ങിച്ചെല്ലായി മാറണം, അതൊരു തിരിച്ചു വരവുമാകണം എന്നതാണ്. അതൊരു ജൂബിലി വർഷത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം ജൂബിലി എന്ന സങ്കല്പത്തിൽ ഒരു തിരിച്ചു വരവ് എന്നൊരു സങ്കല്പം കൂടി അടങ്ങിയിട്ടുണ്ട്. അതൊരു ശൂബ് അനുഭവമാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തത്തിലേക്ക് തിരികെ പോകുവിൻ എന്ന് ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അവകാശമായ ഇടങ്ങളിലേക്ക് തിരികെ പോകുക എന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ സമയമാക്കി ഈ നോൻപ് കാലത്തെ നമ്മൾ തീർക്കണം. അവിടെ എൻ്റെ പ്രാർത്ഥന എനിക്ക് സൗഖ്യമാകണം, ഒപ്പം എൻ്റെ സഹചരിലേക്ക്, അവരുടെ നൊമ്പരങ്ങളിലേക്ക് ലേപനമായി എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കണം. എൻ്റെ വാസം അവനോടൊപ്പമാകുമ്പോൾ എൻ്റേതായ ചില മാറ്റി നിർത്തലുകളും ഒഴിച്ചു മാറ്റലുകളും ചില പൊറുക്കലുകളുമെല്ലാം അത് സഹജനിലേക്ക് പകർന്നു കൊടുക്കുന്ന തരത്തിലേക്ക് വരണം. 3-മതെന്ന് പറയുന്നത് എല്ലാ പ്രാർത്ഥനയുടെയും പ്രവൃത്തി തലം സഹജൻ്റെ നന്മ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥനയിൽ അവിടെ മുഴുകുന്നത്. അതിലേക്ക് സഹജനെയും കൂടി ചേർത്ത് നിർത്തുവാനുള്ളൊരു മനസ്സ് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈശോനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു പ്രത്യേകത എന്താ?
ഈശോനാഥൻ്റെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ മൂന്ന് കാര്യമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഒന്ന്, ശരീരത്തിനുള്ള പോഷണം. 2, ക്ഷമിക്കാനുള്ള മനസ്സ്. 3, തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ഒരു ഊർജം. ഇത് മതി, ഇത്രയും മതി പ്രാർത്ഥനകളിൽ. അപ്പോഴും ആ പ്രാർത്ഥനയുടെ ആ അടിത്തറയായിട്ട് ദൈവമേ നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന ഒരു എളിയ മനോഭാവം കൂടി ചേർത്ത് വയ്ക്കണം എന്നുകൂടി ഉണ്ട്. അതിനാൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ, ഈ കാഹള വർഷത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസവും നമ്മുടെ ദാനധർമ്മവും സൗഖ്യമായി മാറുന്നുണ്ടോ, ലേപനമായി മാറുന്നു, ദൈവ ഇഷ്ടത്തിൻ്റെ ഒരു മൂർത്ത ഭാവമായി എൻ്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.